അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുറത്ത് പെരുമഴ തോരാതെ പെയ്യുന്ന ആ തണുത്ത രാത്രി ആശുപത്രി കിടക്കയിൽ ജീവനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിൽ പാതി മയക്കത്തിൽ കിടക്കുകയാണ് അൻഷിഫ്. എന്നാൽ ആ മുറിയിൽ പെയ്യുന്നതിനേക്കാൾ ശക്തമായൊരു കൊടുങ്കാറ്റ് സിനാന്റെ മനസ്സിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. മനസ്സിൽ തോന്നിയ ദുഷ്ടബുദ്ധിയോടെ അവൻ്റെ മനസ്സിലെ ആ ദുരുദ്ദേശം അത് നടപ്പിലാക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. അവൻ ആ വക്കീൽ നോട്ടീസ് കൈകളിൽ ചുരുട്ടിപ്പിടിച്ചു. ഡൈവേഴ്സ് പേപ്പർ. നിമിഷങ്ങൾക്കകം അൻഷിഫിൻ്റെ ഒപ്പോ വിരലടയാളമോ ഇതിൽ പതിക്കണം. അത് കഴിഞ്ഞാൽ ഈ നോട്ടീസ് നേരെ ബുഷിയുടെ കൈകളിലെത്തും. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് അൻഷിഫ് പറഞ്ഞതായി വരുത്തി തീർക്കുക. അതായിരുന്നു സിനാന്റെ ഏക ലക്ഷ്യം. സിനാൻ അൻഷിഫിൻ്റെ മുഖത്തേക്ക് നോക്കി. മരുന്നിൻ്റെ ശക്തിയാൽ അവൻ പൂർണ്ണമായും തളർന്നു കിടക്കുകയാണ്. ഇല്ല മോനെ, കഴിഞ്ഞു. നിന്റെ ദിവസങ്ങളെല്ലാം എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഇനി ബുഷി എനിക്ക് സ്വന്തം. മനസ്സിൽ വിജയാഹ്ലാദത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സിനാൻ അൻഷിഫിൻ്റെ തണുത്തുറഞ്ഞ കൈകൾ പതുക്കെ പിടിച്ചെടുത്തു. വിരലടയാളത്തിനായി തയ്യാറാക്കിയ മഷിപ്പാത്രത്തിലേക്ക് അവൻ അൻഷിഫിൻ്റെ വിരലുകൾ അമർത്തുവാൻ ശ്രമിച്ചു. എന്നാൽ അതേസമയം ആശുപത്രിയുടെ മറ്റൊരു ഭാഗത്ത് ഷിഫ, അതെ, റയാൻ ഡോക്ടറുടെ അരികിൽ അസ്വസ്ഥതയോടെ റയാൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. റയാൻ, അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമുക്ക് വേഗം പോയി നോക്കണം. അതെ, ഞാൻ കേട്ടതും കണ്ടതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ഷിഫയുടെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നു. അതല്ല ഷിഫ, അവൻ ഇത്രയൊക്കെ ചെയ്യുമോ? അതോ നീ? റയാന് കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. റയാൻ, എന്നെ വിശ്വസിക്ക്. എങ്ങനെയെങ്കിലും ബുഷിയെ നമുക്ക് രക്ഷിക്കണം. ബുഷിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള സ്വപ്നം മാത്രമേ അയാളുടെ മനസ്സിലുള്ളൂ. സിനാന് ഇത്ര വലിയ വില്ലനാണെന്ന് സാറിന് അറിയില്ല. നീ നേരത്തെ കൊടുത്ത റീമരുന്ന് കാരണം അൻഷിഫിന് ശരീരത്തിലെ വിഷാംശം കുറഞ്ഞിട്ടുണ്ടാവും. അവൻ ബോധത്തിലേക്ക് തിരിച്ചു വരാനും ശരിക്ക് സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയാൽ സിനാൻ തീർച്ചയായും അടുത്ത ഡോസ് മരുന്ന് കൊടുക്കും. അതിനു മുമ്പ് നമുക്ക് അവിടെ എത്തണം. താൻ പറയുന്നത് സത്യമാണെന്ന് റയാനെ വിശ്വസിപ്പിച്ച് ഷിഫ അവനെയും കൂട്ടി ICU ലക്ഷ്യമാക്കി ഓടുകയാണ്. ICUയുടെ മുറിക്കുള്ളിൽ ആ തണുത്ത മഷിയിൽ വിരൽ അമരുമ്പോൾ പാതി മയക്കത്തിലായിരുന്ന അൻഷിഫ് എന്തോ ഒന്ന് സംഭവിക്കുന്നതായിട്ട് തോന്നി. കൺപോളകൾ തുറക്കാൻ കഴിയുന്നില്ല, കൈകാലുകൾ അനക്കാൻ വയ്യ. പക്ഷേ താൻ ഏതോ വലിയ അപകടത്തിലാണെന്ന് അവൻ്റെ മനസ്സ് മുന്നറിയിപ്പ് നൽകി. എന്തോ ഒരു തണുപ്പ് വിരലുകൾ പടരുമ്പോൾ അവൻ ഉള്ളുരുകി തൻ്റെ പടച്ച തമ്പുരാനെ വിളിച്ചു. റബ്ബേ, അല്ലാ, എന്നെ രക്ഷിക്കണേ. അവൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിൽ സിനാൻ വീണ്ടും ഒരു മയക്കുമരുന്ന് സ്പ്രേ അൻഷിഫിൻ്റെ മൂക്കിലേക്ക് അടിച്ചു കൊടുത്തു. അൻഷിഫ് വീണ്ടും പൂർണ്ണ ബോധരഹിതനായി വീണു. ഇനി മടിക്കാൻ സമയമില്ലെന്ന് മനസ്സിലാക്കി അൻഷിഫിൻ്റെ വിരലുകൾ വക്കീൽ നോട്ടീസിലെ ഒപ്പിടേണ്ട ഭാഗത്തേക്ക് സിനാൻ ബലമായി അമർത്താൻ തുനിഞ്ഞു. ധിം! എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ICUവിൻ്റെ ഡോർ ശക്തിയായി തുറക്കപ്പെട്ടു. ഓടിയെത്തിയ ഷിഫയും റയാനുമായിരുന്നു അത്. പെട്ടെന്നുള്ള വരവിൽ സിനാൻ ഞെട്ടിത്തെറിച്ചു. കൈകൾ വിറച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അവൻ ആ ഡൈവോഴ്സ് പേപ്പർ വേഗത്തിൽ തൻ്റെ മുതുകിന് പിറകിലേക്ക് ഒളിപ്പിച്ചു. പക്ഷേ അവൻ്റെ ഭയന്ന കണ്ണുകളും വിയർത്തൊഴുകുന്ന മുഖവും ഷിഫയുടെയും റയാൻ്റെയും കണ്ണിൽപ്പെട്ടു. കഴിഞ്ഞു. നിങ്ങൾ എങ്ങനെയാണ് ഈ റൂമിലേക്ക് പ്രവേശിച്ചത്? നിങ്ങൾ എന്തിനങ്ങോട്ട് വന്നത്? അതെ, ശരിക്കും സിനാൻ ഭയന്നിരുന്നു. നിങ്ങളെന്താ ഇവിടെ കാവൽക്കാരെ നിർത്തിയിരുന്നല്ലോ, എവിടെയവൾ എന്ന് പറഞ്ഞ് സിനാൻ ദേഷ്യപ്പെട്ടു. എന്നാൽ അതാ റയാൻ ചോദിച്ചു, സിനാൻ, ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? റയാൻ്റെ ഗർജനം ICUവിൽ മുഴങ്ങി. പുറത്ത് പെരുമഴ പെയ്തൊഴിയാതെ നിൽക്കുമ്പോൾ ആ അടഞ്ഞ മുറിയിൽ സിനാൻ്റെ സകല കുതന്ത്രങ്ങളും പൊളിയുന്ന ഒരു പോരാട്ടത്തിന് തുടക്കമാവുകയായിരുന്നു. സിനാന്റെ ഹൃദയമിടിപ്പ് 10 മടങ്ങ് വേഗത്തിലായി. റയാന്റെയും ഷിഫയുടെയും പെട്ടെന്നുള്ള കടന്നുവരവ് അവനെ ഞെട്ടിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ സമചിത്തത വീണ്ടെടുക്കാൻ ശ്രമിച്ചു. ആ ഡൈവോഴ്സ് പേപ്പർ പിറകോട്ടൊളിപ്പിച്ച് അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഇല്ല, കണ്ടിട്ടില്ല. അവർ ആ പേപ്പർ കണ്ടിട്ടില്ല. എന്തൊക്കെ തന്നെയായാലും ഈ തെളിവ് എൻ്റെ കൈകളിലുണ്ട്. ഇവരെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. റയാൻ ഒരു ചുവട് മുന്നോട്ട് വെച്ച് അൻഷിഫിൻ്റെ കിടക്കയ്ക്ക് അരികെ നിൽക്കുന്ന സിനാനെ രൂക്ഷമായി നോക്കി. എന്താണ് സിനാൻ, നിങ്ങൾ എത്ര ദിവസമായി ഒരു പേഷ്യൻറ്റിനെ വെച്ച് ഇവിടെ നിൽക്കുന്നു? എന്താ ഈ പേഷ്യൻറ്റിനെ? ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. റയാൻ്റെ ശബ്ദത്തിൽ സംശയവും ഗൗരവവും നിറഞ്ഞിരുന്നു. ആ ശബ്ദത്തിൽ
നീ എന്തേ പറയുന്നത്? ഇത് എൻ്റെ പേഷ്യൻ്റാണ്. സിനാൻ പെട്ടെന്ന് പ്രതിരോധത്തിലായി. അതെ സാർ, എത്ര ദിവസമായി ഈ ഘട്ടത്തിൽ ഇവൻ ഇവിടെ കിടക്കുന്നു? ഇങ്ങനൊരു പേഷ്യൻറ്റിനെ ഡോക്ടർ മാത്രം പരിശോധിച്ച് ഭേദമാകുന്നില്ലെങ്കിൽ ഈ കേസ് ഞാൻ ഏറ്റെടുത്തോളാം. എന്താ പറ്റില്ലേ? റയാൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. റയാൻ, നീ എന്തേ ഇതിൽ ഇടപെടുന്നത്? ഇത് എൻ്റെ പേഷ്യൻ്റാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സിനാൻ്റെ മുഖത്ത് പ്രകോപനം വ്യക്തമായിരുന്നു. പറ്റില്ല സാർ, നിങ്ങൾ എൻ്റെ സീനിയർ ഡോക്ടറാണ്. ശരിയാണ്, ഞാൻ നിങ്ങളുടെ ജൂനിയറും. പക്ഷേ എനിക്ക് ചിലത് പറയാനുണ്ട്. ഒരു ഡോക്ടറുടെ ചുമതല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് അയാളെ തള്ളിയിടുക എന്നതല്ല. റയാൻ്റെ ആ വാക്കുകൾ ICUവിൽ പ്രകമ്പനം സൃഷ്ടിച്ചു. ആ വാക്കുകൾ കേട്ട് സിനാൻ ഉള്ളിൽ നിന്ന് ഞെട്ടിത്തെറിച്ചു. താൻ ഇതുവരെ ചെയ്ത ക്രൂരതകളും മയക്കുമരുന്ന് കൊടുത്തതുമെല്ലാം റയാൻ കണ്ടുപിടിച്ചോ എന്നൊരു ഭയം അവൻ്റെ ഉള്ളിലൂടെ മിന്നിമറഞ്ഞു. പക്ഷേ അതൊന്നും പുറത്തു കാണിക്കാതെ അവൻ തട്ടിക്കയറി. റയാൻ, അനുവാദമില്ലാതെ മറ്റൊരു ഡോക്ടറുടെ ICU പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? ഞാനാണ് ഇവിടുത്തെ മെയിൻ ഡോക്ടർ. പിന്നെ ഈ അൻഷിഫിൻ്റെ ഉമ്മ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവൻ്റെ കാര്യം നോക്കണമെന്ന് എന്നോട് വാക്ക് വാങ്ങിയിട്ടുണ്ട്. സിനാൻ ന്യായീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതുവരെ മിണ്ടാതെ നിന്ന ഷിഫ പരിഹാസത്തോടെ ഇടപെട്ടു. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾ കുടുംബപരമായി ചിന്തിച്ചതാണല്ലേ? സിനാൻ നിയന്ത്രണം വിട്ടു. അൻഷിഫിൻ്റെ ഒപ്പ് തക്ക സമയത്ത് വാങ്ങാൻ സാധിച്ചില്ലല്ലോ എന്ന കലിപ്പും വിരലിൽ മഷി പുരണ്ടത് ഇവർ കാണുമോ എന്ന പേടിയും അവനെ ഭ്രാന്തി പിടിപ്പിച്ചു. അവൻ റയാന് നേരെ വിരൽ ചൂണ്ടി. അതെ റയാൻ, ഇത് നടക്കില്ല. നീ ഇതിവിടുത്തെ വെറുമൊരു ജൂനിയർ ഡോക്ടർ ആയിരിക്കാം, പക്ഷേ ഞാനിവിടുത്തെ സീനിയറാണ്. ഇതെൻ്റെ ഹോസ്പിറ്റലാണ്. ഇവിടെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. റൺ ഔട്ട് ഓഫ് ഹിയർ. പുറത്തു പെയ്യുന്ന മഴയേക്കാൾ ഭീകരമായ ഒരു കൊടുങ്കാറ്റായിരുന്നു ആ നിമിഷം ICU മുറിവിൽ രൂപപ്പെട്ടത്. സിനാന്റെ അലർച്ചയ്ക്ക് മുന്നിൽ പതറാതെ റയാൻ അവിടെ തന്നെ നിന്നു. എന്നാൽ അവനോട് പറഞ്ഞു. എന്താ സിനാൻ പറഞ്ഞത്? അവൻ്റെ അൻഷിഫിൻ്റെ ഉമ്മ നിങ്ങളെ ഏൽപ്പിച്ചാണ് അവന് ട്രീറ്റ്മെൻറ്റിരുന്നല്ലേ? ഓക്കെ, യെസ്. എന്നാൽ ആ ഉമ്മയെ ഒന്ന് വിളിപ്പിച്ച് നോക്കിയാലോ? അറിയാമല്ലോ എന്താ സത്യമെന്നുള്ളത്. എന്തിനാ ഡോക്ടർ സിനാൻ ഇത്രമാത്രം കളവ് പറയുന്നത്? അതെ, അൻഷിഫിൻ്റെ ഉമ്മ ഞങ്ങളോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടിയെ രക്ഷിക്കണമെന്നുള്ളത്. എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ ആരുമില്ല, എനിക്ക് കൂട്ടുകുടുംബങ്ങളില്ല. അതെ, അവരുടെ ബാപ്പ ഞങ്ങളെയും കൂട്ടി വന്നതാണ്. അതെ, ആ ഡോക്ടറെ ഇവിടുന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിപ്പിച്ചിട്ടാണ് എഴുതി എൻട്രൻസ് എഴുതി പാസ്സായി കിട്ടിയതാണ് ഈ ഒരു ഡോക്ടർ ജോലി എന്നാണ് പറഞ്ഞത്. അത് ആരുമില്ല, എൻ്റെ കുട്ടിയുടെ സ്ഥിതി നിങ്ങളെങ്കിലും നോക്കുമെന്ന്. എന്നാൽ അത് കേട്ടപ്പോൾ അതാ ശരിക്കും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നു. അതിന് ഓഹോ, അങ്ങനെ പറഞ്ഞല്ലേ? നിങ്ങൾ ആ തള്ളയുടെ വീട്ടിലും പോയോ? പെട്ടെന്ന് ഷിഫ പറഞ്ഞു. സർ, നിങ്ങൾ ഉമ്മയെ അങ്ങനെയൊന്നും വിളിക്കണ്ട. അതെ, ആ ഉമ്മ ഒറ്റയ്ക്കല്ലേ, പിന്നെ എന്ത് സംരക്ഷിക്കാൻ പോകണ്ടേ? ഓഹോ, നിങ്ങൾ വലിയ ചാരിറ്റി പ്രവർത്തകർ അല്ലേ? സർ, അതെ, പാവങ്ങളുടെ അടുത്ത് പോകണം, അല്ലാതെ വേറുള്ളവരടുത്തല്ല പോകേണ്ടത്. ഷിഫ, നീ എൻ്റെ എത്രയോ ജൂനിയറാണ്. നീ ഇത്രമാത്രം എൻ്റെ മേൽ വാക്ക് തർക്കത്തിൽ നിൽക്കാൻ പാടില്ല. സർ, അൻഷിഫ് സാറ് എൻ്റെ ഡോക്ടറാണ്. എനിക്ക് വേണ്ടി നല്ല പഠിപ്പിച്ചു തന്ന ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ കാര്യം ഇനി റയാൻ നോക്കിക്കോളും. ഷിഫയുടെ വാക്കുകൾ കേട്ട സിനാൻ ദേഷ്യം കൊണ്ട് പുലമ്പി. ഇത് ഷിഫ, നീ എൻ്റെ നേരക്ക് സംസാരിക്കാനായല്ലേ? എന്നാൽ ഷിഫ പറഞ്ഞു. സർ, അതെ, അനീതി കണ്ടാൽ പ്രതികരിക്കും. അതാണ് എൻ്റെ ഡോക്ടർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഓഹോ, അപ്പം അങ്ങനെ ഡോക്ടറുടെ ആൾക്കാരാണ്. അൻഷിഫേ, ഏറി വന്ന 4-5 ദിവസം മാത്രമേ പോകുകയുള്ളൂ. അതല്ല പെട്ടെന്ന് പോകാനുള്ളതാണെങ്കിൽ ഇതാ എൻ്റെ അടുത്തുണ്ട് ഡോസ്. അതങ്ങ് കൊടുത്താൽ നിമിഷങ്ങൾക്കൊക്കെ പോകും. നിങ്ങളുടെ അൻഷിഫും ഉണ്ടാവില്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല, മാങ്ങ ഉണ്ടാവില്ല. എന്നാൽ ഷിഫക്ക് ദേഷ്യം ഇരിച്ചു കയറി. സാർ, ഒരു ഡോക്ടറായ പേഷ്യൻ്റായ ഒരു സീനിയറായ ഒരാളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും പറയുന്നത് ശരിയല്ല. ഇതൊരിക്കലും ഒരു ഡോക്ടർക്ക് ചേർന്നതല്ല. നിങ്ങളുടെ ഡോക്ടറാണോ? ഇത്രമാത്രം ക്രൂരമായി സംസാരിക്കാൻ പാടുണ്ടോ നിങ്ങൾ? എന്നാൽ പെട്ടെന്ന് അതാ റയാൻ പറഞ്ഞു. സാർ, അൻഷിഫ് സാറിൻ്റെ കേസ് ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ ചെയ്തോളാം അതൊക്കെ. എന്താ, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പോകാം. യു ആർ ഗെറ്റ് ഔട്ട്. ദിസ് ഈസ് മൈ ICU. എൻ്റെ ICUവിൽ നിന്ന് നിങ്ങൾ എന്താണ് ഈ പുലമുന്നത്? പുറത്ത് കിടക്കൂ. ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ ചാർജ് പോലും ഏറ്റെടുക്കാനുള്ള അവസരം ഞാൻ തരില്ല. റയാനും ഷിഫയും ഞെട്ടിപ്പോയി. അത്രക്കും ക്രൂരമായ രീതിയിലാണ് അൻഷിഫ് അവരോട് പറഞ്ഞത്. എന്നാൽ ഭയമുണ്ടായിരുന്നു.
അതെ, വീണ്ടും റയാൻ അവിടെ നിൽക്കുമ്പോൾ അൻഷിഫിൻ്റെ കൈകളിൽ പുരട്ടിയ ആ മഷി അതവൻ കാണുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. എന്നാൽ റയാൻ പറഞ്ഞു, ഷിഫ വരൂ, നമുക്ക് വേറെ ഏത് രീതി നോക്കാം. അതെ സർ, ഈ രീതിയിൽ നിങ്ങൾ പോകാൻ പറ്റില്ല. കാരണം അൻഷിഫ് സാറിൻ്റെ ഉമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖം പെട്ടെന്ന് മാറ്റി തരുവാൻ വേണ്ടിയിട്ട്. റയാൻ, നീ നിൻ്റെ പണി നോക്ക്, ഇത് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് അത്രക്കും ക്രൂരമായ രീതിയിൽ അതാ സിനാനെ അവരെ പറഞ്ഞയക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അതിനിടയിൽ അവൻ്റെ ഹൃദയമിടിപ്പും കൂടിക്കൊണ്ടിരുന്നു. കാരണം ഇതെങ്ങാനും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അൻഷിഫ് ഒരു നിമിഷം എഴുന്നേറ്റതെല്ലാം പറഞ്ഞാലോ എന്ന് ചിന്തിക്കുന്നു. എന്നാൽ പെട്ടെന്ന് അതാ ഷിഫയും റയാനും അവിടെ നിന്നിറങ്ങി. സർ, ഇങ്ങനെ വിട്ടാൽ ഇത് പറ്റില്ല. ഷിഫ, നീ വാ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ പുറത്തിറങ്ങി. എന്നാൽ ആ സമയം തന്നെ അതാ അൻഷിഫിൻ്റെ ആ കൈകൾ ഒന്നുകൂടെ മഷിയിൽ മുക്കി അവൻ പെട്ടെന്ന് കൈകൾ വിറച്ചുകൊണ്ട് അതാ ആ വക്കീൽ നോട്ടീസിലേക്ക് അതാ അവൻ്റെ കയ്യൊപ്പ് ഇടുന്നു. ഒരു നിമിഷം പെട്ടെന്ന് തന്നെ ആ ഒരു പേപ്പർ വലിച്ചു ചുരുട്ടി അവൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു. വലിയൊരു ദീർഘനിശ്വാസം വിട്ടു. ഇനിയിപ്പോൾ ആരെന്ത് ചെയ്താലും വേണ്ടില്ല, ഇനി നോ പ്രോബ്ലം. പെട്ടെന്ന് അതാ റയാനും ഷിഫയും ഇറങ്ങിപ്പോകുന്ന ആ ഭാഗത്തേക്ക് സിനാൻ ഓടുന്നു. റയാൻ, ഷിഫ, എന്താ? നിങ്ങൾ ഇവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ, ഞാൻ ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോളാം. കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് എന്നോട് വിശ്വാസക്കുറവാണെങ്കിൽ എനിക്ക് എൻ്റെ കൂട്ടുകാരനാണ്. എൻ്റെ കൂട്ടുകാരനെന്ന് വെച്ചാൽ അത്യധികം എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചികിത്സിക്കുക എന്നുള്ളതാണ് എനിക്കുള്ളത്. അല്ലാതെ എന്നാൽ ഒരു നിമിഷം റയാൻ വിചാരിച്ചു, അപ്പോൾ അത്രയും വലിയ ഡോസ് മയക്കുമരുന്ന് കൊടുത്തതോ? ഇല്ല, വലിയ ചതി തന്നെയാണ്. ഷിഫ, നീ എന്തേ പറയുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞില്ലേ അവരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മളോട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. റയാൻ, അതിനിടയിലും ചില ചതികളുണ്ടാകും. എന്നാൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ അത് സിനാൻ അവരെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു. എനിക്കിപ്പോൾ അൻഷിഫിൻ്റെ കാര്യത്തിൽ അവൻ നന്നാകണം, രക്ഷപ്പെടണം എന്നുള്ള ചിന്തയേ ഉള്ളൂ. പിന്നെ നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ എനിക്കതെല്ലാം കൂടി കേട്ടപ്പോഴേ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. കാരണം ഞാൻ അവനെ ഇത്രയധികം കെയർ ചെയ്തിട്ടും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞാൽ ഞാൻ അവനക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അവൻ എൻ്റെ കൂട്ടുകാരനല്ലേ, അവൻ രക്ഷപ്പെടണം എന്നത് മാത്രമാണ് എൻ്റെ ചിന്ത. എന്താ, നിങ്ങൾ വേണമെങ്കിൽ അല്പസമയം അവനെ ട്രീറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. എന്നാൽ ആ ഒപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതാ സിനാൻ്റെ സ്വഭാവം പതുക്കെ അങ്ങ് മാറി തുടങ്ങുകയാണ്. അവൻ അതുവരെയുള്ള ഒരു ദേഷ്യമില്ലായിരുന്നു, അതുവരെയുള്ള പകയില്ലായിരുന്നു. എന്നാൽ കിട്ടാനുള്ളത് കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ. എന്നാൽ ഞാൻ ഒന്ന് വീട്ടിൽ വരെ പോയിട്ട് വരട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് നോക്കിക്കൊള്ളുണ്ട് കേട്ടോ ഷിഫ. ഡോക്ടർ റയാൻ, നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്താണ്, ഇപ്പോൾ നോക്കണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിലേ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. ശരി എന്ന് പറഞ്ഞ് അതാ ആ നിമിഷം തന്നെ അവിടെ നിന്ന് അവൻ പോകുന്നു. അതെ, മറ്റെങ്ങോട്ടുമല്ല, ബുഷിയുടെ വീട്ടിലേക്ക്. എന്നാൽ റയാൻ എന്തൊക്കെയോ ഒരു ഡൗട്ട്സ് തോന്നുന്നു. ഷിഫ, അല്ല എന്താണ് സാറ് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം പിടിച്ച് നമ്മളെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിടലും ഒക്കെ കഴിയില്ല? പിന്നെ ഒരു 5 മിനിറ്റ് പോലും ആയില്ലല്ലോ, ഒരു 2 മിനിറ്റായി ആയപ്പോഴേക്കും നമ്മളൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും എത്ര പെട്ടെന്നാണ് സാറിൻ്റെ സ്വഭാവം മാറിയത്. ഇതിലെന്തോ ഒരു തട്ടിപ്പുണ്ടല്ലോ. ഷിഫ, സർ, അതെ, തട്ടിപ്പ് ഉണ്ട്, പക്ഷേ സാറിന് നല്ല രീതിയിൽ കണ്ണിൽ പൊടിയിടുന്നുണ്ട് സിനാന്, അതെനിക്ക് ഉറപ്പാണ്. എടി, എനിക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹത. അതേ, ദുരൂഹത ഉണ്ടല്ലോ, ഉണ്ടായത് കൊണ്ട് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് ഉണ്ടെന്നുള്ളത്. ഞാൻ ശരിക്കും എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് റയാൻ. ആ ഒരു കാഴ്ചകൾ, അത് വാക്കുകൾ ഞാൻ കണ്ടതാണ്. അതായത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ. എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയുന്നില്ല റയാൻ. ഒരിക്കൽ പോലും അത് ചതിയിൽ നമ്മൾ പെടുത്താൻ പാടില്ല. കാരണം
അൻഷിഫ് സാറ് അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതെല്ലാം തട്ടിയെടുക്കാനുള്ള പ്ലാനാണ് സാറിന് ഉള്ളത്. ഞാനത് ശരിക്കും കണ്ടതാണ്, കേട്ടതാണ്. ഷിഫ, നീ പറയുന്നത് യഥാർത്ഥമായിരിക്കാം. വാ, നമുക്കൊന്നുകൂടി പോയി നോക്കാം. അങ്ങനെ അവർ ICUവിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം അവിടുത്തെ കാവൽക്കാർ ചോദിക്കുന്നു, എങ്ങോട്ടാ? ഞങ്ങളോട് സാറ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ. ആ, ഓക്കെ. അങ്ങനെ അവർ അങ്ങോട്ട് കയറി ചെല്ലുന്നു. ശരിക്കും അൻഷിഫിനെ നല്ല രീതിയിലൊന്ന് പരിശോധിക്കുന്നു. ഷിഫ വീണ്ടും അബോധാവസ്ഥയിലാണ്. അൻഷിഫ് സർ അവർ വിളിച്ചു. ഇല്ല, ഇപ്പം എന്തോ ചെറുതായിട്ടൊരു സ്പ്രേ എന്താ ചെയ്താണെന്ന് തോന്നുന്നു. നമ്മൾ കൊടുത്ത ആ ട്രീറ്റ്മെൻറ്റ് എന്തത് ഇങ്ങനെ ആയാലും അത് വെറുതെ നല്ല ചതിയുണ്ട് ഇതിൽ, എന്തൊക്കെയോ ചതിയുണ്ട്. ശരിക്കും നല്ല രീതിയിൽ റയാൻ പരിശോധിക്കുന്നു. ബ്ലഡ് ഒന്ന് കുത്തിയെടുക്കുന്നു. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അറിയില്ല, പഠിച്ചോന്നറിയില്ല. എല്ലാം ടെസ്റ്റ് ചെയ്ത് തലക്കൊന്ന് നോക്കേണ്ടി വരും. എന്നാൽ ഈ സമയം വളരെയധികം പെട്ടെന്ന് ബുഷിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് നമ്മുടെ സിനാൻ. ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് ചെന്നു. അതെ, ആ പേപ്പർ നീർത്തി കാണിച്ചു. ഉമ്മ നോക്കിക്കേ, കണ്ടോ, അൻഷിഫ് സർ ഇതിൽ ഡൈവേഴ്സ് നോട്ടീസിൽ ഒപ്പിട്ട് കഴിഞ്ഞു. മോനെ തന്നെ നോക്കട്ടെ. ഹോ എന്തായാലും ആ ഒരു കഴിവ് കെട്ടമണിൽ നിന്ന് എൻ്റെ മോൾ രക്ഷപ്പെട്ടു. എന്തൊക്കെ തന്നെയായാലും. എന്നാൽ നേരെ ഉമ്മ പേപ്പറുമായി ബുഷിയുടെ അരികിലേക്ക് ചെല്ലുന്നു. മോളെ ബുഷിയെ, ഇങ്ങോട്ട് നോക്കിക്കാ, അത് വാതിൽ തുറന്ന. ബുഷിയെ, എന്തുമ്മ? ഇങ്ങോട്ട് നോക്ക് പെണ്ണേ. അതെ, അൻഷിഫ് സാറ് അന്നെ ഡൈവോഴ്സ് ചെയ്തു എന്നുള്ള ഒപ്പിട്ട് സൈൻ ചെയ്ത പേപ്പറാണിത്, കണ്ടോ? എന്നാൽ അത് കണ്ട ബുഷി ഞെട്ടിത്തരിച്ചു. അല്ലാ, ഞാനെന്തീ കേൾക്കുന്നത്? അല്ലാ, എനിക്കാവുന്നില്ലല്ലോ. പഠിച്ചോനെ, എനിക്ക് എന്താ? ഇല്ല, അങ്ങനെ ചെയ്യൂല. അൻഷിഫ് സാർ അങ്ങനെ ചെയ്യൂല. എൻ്റെ ഇക്ക അങ്ങനെ ചെയ്യൂല. പിന്നെന്താടി? അങ്ങനെ ചെയ്യൂല. പിന്നെ ഇനി നീയും അവന് ഒരു ബന്ധവും കാര്യങ്ങളും ഇല്ല. ഇനി നമുക്ക് പുതിയ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താ, മനസ്സിലായോ? ഇനി നിൻ്റെ ഭർത്താവായി വരാൻ പോകുന്നത് സിനാനാണ്. മനസ്സിലായല്ലോ? ഇനി വേറൊന്നും ചിന്തിക്കൊന്നും വേണ്ട കേട്ടോ. എന്നാൽ അവൾക്ക് ദേഷ്യമാണ് വന്നത്. ഉമ്മ, ഇത്രക്കും വലിയ ചതി എന്നോട് വേണ്ടില്ലായിരുന്നു. എൻ്റെ ഇക്ക, എൻ്റെ ഭർത്താവ്, ഒരു നിമിഷം അവൾക്ക് എന്തൊക്കെയോ ആയിപ്പോയി. എന്നാൽ ആ സമയം തന്നെ അജ്മലിനെ ഉമ്മ വിളിക്കുന്നു. അജ്മലിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഗൾഫിൽ നിന്ന് അജ്മലും ആകെ ടെൻഷനിലായിരുന്നു. ഹലോ മോനെ അജ്മൽ. ഉമ്മ, എന്ത് മോനെ? എടാ, അറിഞ്ഞു എന്തെങ്കിലും? എന്ത്? അതെ, അൻഷിഫ് ഓൾ ഒഴിവാക്കിക്കണേ. ഓൾ ഡൈവേഴ്സ് ചെയ്തു. വക്കീൽ നോട്ടീസിലേക്ക് ഒപ്പിട്ട് ഇതെവിടെ എത്തിക്കണേ. ഉമ്മ, നിങ്ങൾ എന്തീ പറയുന്നത്? അൻഷിഫ് ബുഷി ഒഴിവാക്ക്? അതേടാ, അല്ലെങ്കിൽ ആ കഴിവ് കെട്ടവൻ എന്തിനാ? അതൊന്നും നടക്കണ കാര്യമല്ല. ഞാൻ പറഞ്ഞില്ല എന്നോടായും തന്നെ അത് നടക്കൂല എന്നുള്ളത്. അതെ, ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഇനി പെണ്ണിൻ്റെ മനസ്സിൽ ഒന്ന് മാറ്റിയെടുക്കണം. അതേ വഴിയുള്ളൂ. അവൾ കുറച്ച് ഭ്രാന്തമായ രീതിയിലാണ്. ഉമ്മ, അൻഷിഫ് അങ്ങനെ എങ്ങനെ ചെയ്തു? അങ്ങനെ ചെയ്യാൻ തോന്നിയോ ഈ ഒരു സിറ്റുവേഷനിൽ? അതേ മോനെ, നിനക്ക് ആ ഫോട്ടോ വേണമെങ്കിൽ എടുത്ത് അയച്ചു തരാം. ഉമ്മ, വേണ്ട അതൊന്നും. എന്നാൽ അജ്മലിനെ അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പഠിച്ചവനെ, എന്ത് കണ്ടിട്ടാണ് അവർ? ആ നിമിഷം തന്നെ ബുഷിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. എന്നാൽ ബുഷിയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബുഷിയുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അപ്പോൾ തന്നെ വീണ്ടും ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ ഉമ്മ, ബുഷിയുടെ അടുത്തുനിന്ന് ഫോൺ കൊടുക്കോ? എന്തിനെ? ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാണ്. മൂച്ചി പിരാന്താടാ. ഉമ്മ, നിങ്ങളെൻ്റെ പെങ്ങളൊരു ഭ്രാന്തിയാക്കരുത്. എന്താടാ, ഓൾ എൻ്റെ മോളും കൂടിയാണേ. പിന്നെ ഇജ്ജ് പറഞ്ഞേട്ടാലോ. ഉമ്മ, ബുഷിയുടെ അടുത്തുനിന്ന് ഫോൺ കൊടുക്കൂ. എന്തിന്? എന്ത് കാര്യത്തിന്? ഉമ്മ ബുഷിയുടെ അടുത്ത് ഫോണൊന്ന് കൊടുക്കുമോന്ന്? വേണ്ട, എറിഞ്ഞ് പൊട്ടിക്കാനോ? അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എന്തിനാ സ്വിച്ച് ഓഫ്? അതൊക്കെ എന്നോ ഞാൻ എടുത്ത് വെച്ചേക്കണേ. അതെന്താണോ നിരന്തരം ഓനെ മെസ്സേജ് അയക്കും വിളിക്കും ചെയ്യും. അതിനെന്താ, അവളുടെ ഭർത്താവിനല്ലേ വിളിക്കുന്നത്? അല്ലടാ, ആ മറ്റോ ഉണ്ടല്ലോ ഷാമിലെ, ഓൻക്ക്. ഉമ്മ,
എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസം തോന്നണു. നിങ്ങൾ ഫോൺ ഓണായി കാണി, ഒന്ന് കുത്തിച്ചാണ് ചാർജൊന്നും ഉണ്ടാവില്ല. എനിക്കുള്ളതൊന്ന് സംസാരിക്കണം. എൻ്റെ പൊന്നാര പടപ്പേ, ജയിന് നിൽക്കല്ലേ ഇനിയിപ്പോൾ. ഓള് വല്ലാത്ത അവസ്ഥയിൽ ഉമ്മ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ കൊടുക്കാം എൻ്റെ റബ്ബേ. അല്ലെങ്കിൽ ഓനോട് പറഞ്ഞാൽ ഓനോട് കേൾക്കൂല. ഓന് പെണ്ണെട്ടിപ്പോൾ ആകെ സ്വഭാവം മാറിയിക്കണ്. മറ്റേ എൻ്റെ ഇഷ്ടത്തിനൊക്കെ ഓൻ കുറച്ച് തിന്നല്ലോ. എൻ്റെ പൊന്നാരുമ്മ, എനിക്ക് ബുഷിയോടൊന്ന് സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതേ, എൻ്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കലായിരിക്കും അത് ഉറപ്പായിട്ടും. ഞാൻ കൊടുക്കൂല, ഈ ഒന്ന് പൊയ്ക്ക അവിടുന്ന് എന്ന് പറഞ്ഞ് അതാ ഉമ്മ ഫോൺ കട്ട് ചെയ്തു. അത് ശരിക്കും അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നിറയുന്നു. എന്താണിപ്പോൾ സംഭവിച്ചത്? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അജ്മലിന് എന്തൊക്കെയോ ഒരു ബുദ്ധിമോശം, എന്തൊക്കെയോ ഒരു തോന്നുകയാണ്. കാരണം അവനക്ക് ഇങ്ങനെയൊന്നുമല്ല. എന്തപ്പോൾ ചെയ്യുക? അന്ന് ഞാൻ ഷാമിലിനെ ഒരുപാട് വിളിച്ച് ചീത്തയും പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഷാമിൽ നിന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ഷാമിൽ അതെ തന്നോട് അൻഷിഫ് സാറ് പറഞ്ഞ ആ ഒരു വിഷമത്തിൽ വേദനയിൽ നിൽക്കുകയായിരുന്നു. അതായത്, എടാ മോനെ ഷാമിൽ, എന്നോട് പൊറുക്കണം. അതായത് എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ എൻ്റെ പെണ്ണിനെ ഏറ്റെടുക്കണം. നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. നീ എൻ്റെ ബുഷിയെ ഏറ്റെടുക്കണം. അവൾ പാവമാണ്, ഒരിക്കൽ പോലും സിനാന് വിട്ടുകൊടുക്കരുത്. എന്നാൽ ആ ഒരു ടെൻഷനിലായിരുന്നു നമ്മുടെ ഷാമിൽ. അവൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവർ അതാ ഉമ്മുൽ ഖൈറിൻ്റെ കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോരുവാൻ നിന്നപ്പോഴും അവൻ്റെ മുഖമാകെ വല്ലാത്തൊരു മൂഡ് ഓഫ് ആയപ്പോൾ ഉമ്മുൽ ഖൈർ വരെ ചോദിച്ചു, മോനെ എന്ത് പറ്റി നിനക്ക് എന്ന്. ഉമ്മ, അത് അവന് വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരു നിമിഷം അവൻ കൊതിച്ചു പോയത് മറ്റൊന്നുമല്ലായിരുന്നു. റബ്ബേ, അൻഷിഫ് സാറിന് ജീവിതത്തിലേക്ക് തിരികെ വന്ന് ബുഷിയുമായി നല്ലൊരു ജീവിതം അവർ പങ്കിട്ട് ജീവിച്ചിരുന്നെങ്കിൽ എന്നവൻ ആലോചിച്ചു പോയി. കാരണം സിനാൻ ഒരിക്കൽ പോലും എന്നെ അങ്ങോട്ട് അടുപ്പിക്കില്ല, അതുറപ്പാണ്. ആകെപ്പാട് ടെൻഷനിലാണ് നമ്മുടെ ഷാമിലെ. എന്നാൽ അജ്മലിനെ അവനെ വിളിക്കുവാനും വല്ലാത്തൊരു നാണം തോന്നുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, ഞാൻ ആ ഒരു അവസ്ഥയിൽ അവനോട് എന്തൊക്കെയോ പറഞ്ഞു. എന്തപ്പോൾ ചെയ്യുക? എനിക്കറിയുന്നില്ലല്ലോ. ബുഷിയൊന്നും കിട്ടുന്നുമില്ല. ഒടുവിൽ മനമില്ലാ മനസ്സോടുകൂടെ അതാ ഷാമിലിനെ വിളിക്കുന്നു. അവൻ തൻ്റെ തെറ്റുകളെല്ലാം ഒന്ന് തുറന്ന് പറയണം. തനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയണം. അതുകൊണ്ട് തന്നെ അതാ അജ്മൽ ഷാമിലിനെ വിളിക്കുന്നു. അല്പം മടിയുണ്ട്. കാരണം എന്തൊക്കെയോ തൻ്റെ വീട്ടുകാരിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നത് എനിക്ക് അറിയുന്നില്ല. ഉമ്മ വ്യക്തമായൊന്നും പറയുന്നില്ല. ബുഷിയുടെ അടുത്ത് ഫോൺ കൊടുക്കുന്നില്ല. അതെ, തൻ്റെ വിശ്വസനായ കൂട്ടുകാരൻ ഷാമിലിനെ ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞതാണ്, ഒരുപാട് വിഷമിപ്പിച്ചു. എന്താ ചെയ്യുക? ഇനിയിപ്പോൾ വീണ്ടും അവനെ വിളിക്കുന്നൊരവസ്ഥ. എന്നാൽ എൻ്റെ അൻഷിഫ് സാറ് അങ്ങനെ ചെയ്യുമോ? എനിക്കറിയുന്നില്ല. അതെ, ശരിക്കും അജ്മൽ ഒരു പെട്ട അവസ്ഥയിൽ തന്നെയാണ്. ആരോട് എന്ത് ചോദിക്കുമെന്ന് അറിയുന്നില്ല. ഉമ്മയുടെ സ്വഭാവം ആകപ്പാടെ മാറി മറിഞ്ഞിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. എന്തൊക്കെ തന്നെയാലും അതാ ഷാമിലിനെ വിളിക്കുവാൻ വേണ്ടി അവനൊരുങ്ങുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.